മിറേഴ്സുമായി സംബന്ധിച്ച പ്രോബ്ലംസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആദ്യത്തേത് മിറർ ഇക്വേഷൻ ആകുന്നു, രണ്ടാമത്തേത് മാഗ്നിഫിക്കേഷന്റെ ഫോർമുലയാകുന്നു. മിറർ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 1/f ഈസ് ഈക്വൽ ടു 1/u പ്ലസ് 1/v ആകുന്നു. മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു hi/ho ഈസ് ഈക്വൽ ടു -v/u ആകുന്നു. hi എന്ന് പറഞ്ഞാൽ ഇമേജിന്റെ ഹൈറ്റ് ആകുന്നു, ho ഒബ്ജക്റ്റ് ഹൈറ്റ് ആകുന്നു, v ഇമേജ് ഡിസ്റ്റൻസ്, u ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, f ഫോക്കൽ ലെങ്ത്. ഇതിൽ m ലെസ് ദാൻ 1 ആണെങ്കിൽ hi ലെസ് ദാൻ ho ആകുന്നു, m ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ hi ഗ്രേറ്റർ ദാൻ ho ആകുന്നു, m ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ hi ഈസ് ഈക്വൽ ടു ho ആകുന്നു. എമ്മിന്റെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ ഇമേജ് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. എമ്മിന്റെ വാല്യൂ പോസിറ്റീവ് ആകുമ്പോൾ ഇമേജ് വിർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. ഈ കാണുന്ന മിറർ ഇക്വേഷനിലും മാഗ്നിഫിക്കേഷന്റെ ഫോർമുലയിലും u, v, f എന്നിവയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഇക്വേഷൻസിൽ നമ്മൾ സൈൻ കൺവേർഷൻ അപ്ലൈ ചെയ്യണം. സൈൻ കൺവേർഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്പർ ലൈനിൽ വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് സൈൻ മെത്തേഡ് ആകുന്നു. ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നെഗറ്റീവും ഒറിജിനിൽ നിന്ന് റൈറ്റിലേക്ക് പോസിറ്റീവും മുകളിലേക്ക് പോസിറ്റീവ് താഴേക്ക് നെഗറ്റീവ്, ഇത്തരത്തിലാണ് സൈൻ കൺവേർഷൻ ചെയ്യേണ്ടത്. മിററിലെ ഒറിജിൻ എന്ന് പറയുന്നത് പോൾ ആകുന്നു. ആ രീതിയിൽ u, v, f, hi, ho എന്നിവയ്ക്ക് സൈൻ കൊടുത്താൽ മതി. u എന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. u എപ്പോഴും മിററിന്റെ ലെഫ്റ്റിലായിരിക്കും ഉണ്ടാവുക, ഒബ്ജക്റ്റ് എപ്പോഴും മിററിന്റെ ലെഫ്റ്റിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ യുവിന്റെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. v എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആകുന്നു. ഇമേജ് ലെഫ്റ്റിൽ വരാം, റൈറ്റിൽ വരാം. ഓക്കെ, അതനുസരിച്ച് സൈൻ കൊടുത്താൽ മതി. u എപ്പോഴും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അതുകൊണ്ട് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഒബ്ജക്റ്റ്, ഇമേജ് എന്നിവയുടെ പൊസിഷൻ അനുസരിച്ച് സൈൻ കൊടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഓർക്കാനായിട്ട് ഒരു ടെക്നിക്ക് പറയാം. ആദ്യം പറയുന്നത് കോൺവെക്സ് മിററിന്റെ കേസാകുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. ആദ്യം പറയുന്നത് കോൺവെക്സ് മിററിന്റെ കേസാകുന്നു. കോൺവെക്സ് മിററിൽ v, r, f, hi, ho എപ്പോഴും പോസിറ്റീവ് ആണ്. u കോൺവെക്സ് മിററിന്റെ കേസിൽ ഓൾവേസ് നെഗറ്റീവ് ആണ്. അപ്പോൾ കോൺവെക്സ് മിററിന്റെ കേസിൽ u എപ്പോഴും നെഗറ്റീവ് ആണ്. കോൺവെക്സ് മിററിന്റെ കേസിൽ v, r, f, hi, ho ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് കോൺകേവ് മിററിന്റെ കേസ് പറയാം. കോൺകേവ് മിററിന്റെ കേസിൽ u, v, r, f എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കോൺകേവ് മിററിൽ u, v, r, f ഓൾവേസ് നെഗറ്റീവ് ആണ്. ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട്, ആ എക്സെപ്ഷൻ പറയാം. കോൺകേവ് മിററിൽ ഒബ്ജക്റ്റ് ഫോക്കസിനും പോളിനും ഇൻബിറ്റ്വീനായിട്ട് വരുന്ന ടൈമിൽ മാത്രമാണ് ഇമേജ് റൈറ്റ് സൈഡിൽ ഫോം ചെയ്യുള്ളൂ. ആ സമയത്ത് വിയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അതാണ് എക്സെപ്ഷൻ. കോൺകേവ് മിററുമായി സംബന്ധിച്ച് 6 കേസസ് ഉണ്ട്. ഈ 6 കേസസിൽ 5 കേസിലും u, v, r, f എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആണ്. ഈ ഒരു കേസിൽ മാത്രം ഒബ്ജക്റ്റ് ഫോക്കസിനും പോളിനും ഇൻബിറ്റ്വീനായിട്ട് കോൺകേവ് മിററിൽ വരുന്ന കേസിൽ മാത്രമാണ് വിയുടെ വാല്യൂ പോസിറ്റീവ് ആകുന്നത്. പിന്നെ നമുക്കറിയാലോ, കോൺകേവ് മിററിലാണെങ്കിലും കോൺവെക്സ് മിററിലാണെങ്കിലും ഒബ്ജക്റ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് മിററിൽ മൊത്തം 6 കേസസ് ആണ് ഉള്ളത്. ഈ 6 കേസസിലും 5 കേസിലും ഇമേജിന്റെ ഹൈറ്റ് നെഗറ്റീവ് ആയിരിക്കും. ഒരു കേസിൽ മാത്രമാണ് ഇമേജിന്റെ ഹൈറ്റ് കോൺകേവ് മിററിൽ പോസിറ്റീവ് വരുള്ളൂ. ആ ഒരു കേസ് എന്ന് പറയുന്നത് കോൺകേവ് മിററിന്റെ ഫോക്കസിനും പോളിനും ഇൻബിറ്റ്വീനായിട്ട് ഒബ്ജക്റ്റ് വരുന്ന കേസിൽ മാത്രമാണ് ഇമേജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു ജനറൽ മെത്തേഡിൽ നമുക്ക് സൈൻ കൺവേർഷൻ അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് ഇതിന്റെ സൈൻ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ശരിക്കും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ ആ സൈൻ ഏതാണ് എവിടെയാണെന്നുള്ളത് കൊടുത്ത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്തിയാൽ മതി.